ഞാനൊരു ക്ലിപ്പ് കാണിക്കാം. നിങ്ങളുടെ നാട്ടിലെ തൊട്ടടുത്തൊരു പരിസരത്ത് നടന്നൊരു പള്ളിയിൽ ഇത്തരത്തിലൊരു മഖാം ഉത്സവത്തിന്റെ പ്രഭാഷകരിൽ ഒരാളായി വന്ന നമ്മുടെ തൊട്ടടുത്ത ഓളയം ഉറൂസിൽ വെച്ചുകൊണ്ട് ഈ 2025 തൊട്ടടുത്ത ദിവസത്തിൽ ഒരു പ്രഭാഷകന്റെ പ്രഭാഷണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു മഖാമിൽ വന്ന് സംസാരിച്ചത് എന്താന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പടച്ചവനെ, പള്ളിക്ക് ആവശ്യമായ പൂഴി കൊടുക്കാമെന്ന് പറഞ്ഞ സഹോദരൻ പേരെന്താണ്? മജീദാ. ആ പൂഴിയുടെ പേര് മജീദാ. പൂഴി കൊടുക്കാന്ന് പറഞ്ഞാൽ ഹംസ. ഹംസ ആ ഹംസ ഇവിടെ ഉണ്ടാ? അപ്പൊ ഞാൻ ചോദിക്കാം, ഏതാ ഹംസ? നോക്കട്ടെ, ഇത് നമ്മുടെ ഐറ്റം അല്ലേ, വള്ളത്തിന്റെ ആളെ. ഈ വള്ളം പിടിക്കാതിരിക്കാം, പള്ളിയുടെ മുകളിലത്തേക്കുള്ള ടോപ്പ് മാത്രം ഫുള്ള്. ഓക്കെ, അതൊക്കെ ഹംസ നടക്കും. മാഷാ അല്ലാ. അടുത്ത പ്രാവശ്യം വള്ളത്തിൽ പോകണം നമുക്ക്. വള്ളത്തിൽ ഇരുന്നുണ്ടൊരു ദുആ ഉണ്ട്. അള്ളാഹു ആ ഹംസാക്ക് നീ ആഫിയത്ത്, ആരോഗ്യ, സലാമത്ത് കൊടുക്കണേ. പോലീസുകാരുടെ പിടിയിൽ നിന്ന് രക്ഷിക്കണേ അള്ളാഹുവേ. വള്ളത്തെ രക്ഷിക്കണേ പടച്ചവൻ. കച്ചവടത്തിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ആ പള്ളിയുടെ മുകളിലത്തെ ടോപ്പിലേക്ക് ആവശ്യമായ ആ പൂഴി മൊത്തം വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. നല്ല പ്രാർത്ഥനയാണ്. പോലീസിന്റെ നിയമം തെറ്റിച്ചിട്ട് വള്ളം ഇറക്കണം. അതിനെന്താ വേണ്ടത്? കുറച്ച് പൈസ കൊണ്ടേ കൊടുത്താൽ പോലീസിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മൂപ്പരെ രക്ഷപ്പെടുത്താം. പോയി ലൈസൻസ് എടുക്കുന്നത് പഠിപ്പിക്കേണ്ട നേതാക്കന്മാര് കുറ്റകൃത്യങ്ങൾ ചെയ്തോളി, നമ്മൾ പ്രാർത്ഥന ഉണ്ട്, ഇത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പോലീസിന്റെ എല്ലാവിധ പ്രശ്നങ്ങളും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന വരെ കൊടുക്കുകയാണ്. ജനങ്ങൾക്ക് ഹക്ക് പഠിപ്പിക്കേണ്ടുന്ന, ജനങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന, ദീന് കൊടുക്കേണ്ടുന്നവർ പോലും ഈ ഉത്സവങ്ങളിൽ മഖാമുകളിൽ വന്ന് പഠിപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്തിനൊക്കെ വേണ്ടിയാണെന്ന് സുഹൃത്തുക്കളെ, ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങൾക്ക് ശേഷം ലോകത്ത് നടക്കുമെന്ന് പറഞ്ഞു. യുർഫഉൽ ഇൽം, അല്ലേ? ഇൽമ് ലോകത്ത് നിന്ന് ഉയർത്തപ്പെടും. വിശ്വസ്തന്മാരായ ആളുകൾ വഞ്ചകന്മാരായി മാറും. വിവരമില്ലാത്തവർ സാദാത്യങ്ങളായി നേതാക്കന്മാരായി വരും. അതിന്റെയൊക്കെ നേർക്കാഴ്ചകളല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.